ഒരാഴ്ചക്കകം സത്യപ്രസ്താവന നൽകണം, ഇല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയണം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ അന്ത്യശാസനമാണ്. വോട്ടുകൊള്ള ആരോപണങ്ങളിൽ വ്യക്തമായൊരു മറുപടി നൽകാതെ ചോദ്യകർത്താവിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് ജ്ഞാനേഷ് കുമാർ. എന്നാൽ സമ്മർദ്ദത്തിനും ഭീഷണിക്കും വഴങ്ങാതെ ആരോപണം കടുപ്പിച്ച് വോട്ടർ അധികാർ യാത്ര തുടരുകയാണ് രാഹുൽ. ബീഹാറിൽ തുടരുന്ന രാഹുലിന്റെയും തേജസ്വിയുടെയും യാത്രയിൽ ഇന്ന് സംഭവിച്ചതെന്തെല്ലാം? ആദ്യം ആർഡിഎക്സ് റാപ്പ് കാണാം. വോട്ടർ പട്ടിക പിഴവ് സംബന്ധിച്ച രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതൊഴിയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിടാതെ പിടിക്കുകയാണ് ഇന്ത്യ സഖ്യം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ ആരോപണം രാഹുൽ വോട്ടർ അധികാർ യാത്രയുടെ 3-ാം ദിനവും കടുപ്പിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമായ മറുപടി പറഞ്ഞേ തീരൂ എന്ന് രാഹുൽ ഗാന്ധി നളന്ദയിലും നവാഡിയിലും ആവർത്തിച്ചു. ബിജെപിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് സാധാരണക്കാരുടെ വോട്ടുകൾ വെട്ടുകയാണ്. അംനിയുടേതും അദാനിയുടേതുമല്ല. ഈ രാജ്യം കർഷകരുടെയും പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടേതും കൂടിയാണെന്നും രാഹുൽ ഗാന്ധി. ബീഹാറിൽ തകർച്ചയുടെ വക്കിലാണ് നിതീഷ് കുമാർ സർക്കാർ എന്ന് ആർജെഡി നേതാവ് തേജസ്വി യാദവ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും. രാജ്യത്തെ യുവാക്കൾ ഈ അവസരം ഉപയോഗിക്കുമെന്നും തേജസ്വി യാദവ് പറഞ്ഞു. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ നേരിൽ കണ്ടും ജനസഞ്ചയത്തെ അഭിവാദ്യം ചെയ്തുമാണ് രാഹുലിന്റെയും തേജസ്വി യാദവിന്റെയും നേതൃത്വത്തിൽ വോട്ടർ അധികാർ യാത്ര പുരോഗമിക്കുന്നത്. ആർഡിഎക്സ് റാപ്പ് ന്യൂസ് മലയാളം. ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുകെട്ട് ചൂണ്ടിക്കാട്ടി രാഹുൽ ഇന്ന് നടത്തിയ വിമർശനം കൂടി നമുക്ക് കാണാം. इलेक्शन कमीशन और बीजेपी के बीच में पार्टनरशिप चल रही है. ये मिलकर वोट चोरी कर रहे हैं और मैं तेजस्वी और यहां जो बाकी नेता खड़े हैं, हम उनसे कहना चाहते हैं कि हम आपको बिहार का एक वोट नहीं चोरी करने देंगे. നമുക്ക് ഡാറ്റാ ഷീറ്റോടെ പരിശോധിച്ച് വരാം. രാഹുൽ ഗാന്ധി ഉത്തരം കിട്ടിയേ തീരൂ എന്നാണ് അദ്ദേഹം എല്ലായിടത്തും സംസാരിക്കുന്നത്. വോട്ട് ചോരിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിടാതെ പിടിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് നമ്മൾ കാണുന്നു. ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുകെട്ടിന്റെ തെളിവുകൾ ഇനിയും പുറത്തുവിടുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. രാജ്യം മുഴുവൻ നിങ്ങളോട് സത്യപ്രസ്താവന ആവശ്യപ്പെടും. ജ്ഞാനേഷ് കുമാറിനോട് രാഹുൽ തിരിച്ചു പറഞ്ഞു. സത്യപ്രസ്താവനയുമായി ബന്ധപ്പെട്ട് വോട്ടർ അധികാർ യാത്രയിൽ വോട്ട് ചോരി SIR പ്രചാരണം ശക്തമാക്കുകയാണ് രാഹുലും തേജസ്വി യാദവും. രാഹുലിനെ സമ്മർദ്ദങ്ങളിലോ സത്യപ്രസ്താവനയിലോ തളയ്ക്കാനാകില്ല എന്ന് പ്രിയങ്ക ഗാന്ധി അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ബി.ജെ.പി. ക്രമക്കേട് പരിഹരിക്കുന്നതിന് പകരം നെഹ്റുവിനും ഇന്ദിരയ്ക്കും പിന്നിൽ ഒളിക്കുകയാണ്. അത്തരം പ്രസ്താവനകൾക്ക് പിന്നിൽ ഒളിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. ലോക് നീതി CSDS സഹ ഡയറക്ടർ സഞ്ജയ് കുമാർ പങ്കുവച്ച ഡാറ്റയെ ചൊല്ലി വിവാദമുണ്ടായി എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പങ്കുവച്ചത് രാഹുലിൻ്റെ വോട്ട് ചോരി ആരോപണങ്ങൾക്ക് വിശ്വാസ്യത പകരുന്ന വിവരമാണ്. മഹാരാഷ്ട്രയിലെ 2 മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ വർധന ചൂണ്ടിക്കാട്ടി. നാസിക് വെസ്റ്റിൽ 47.38%, ഹിംഗ്രയിൽ 43.08% വോട്ടർമാരുടെ വർധനയുണ്ടായി. പിന്നീട് ഇന്നുണ്ടായത് ഇത് അദ്ദേഹം തിരുത്തുക എന്നതാണ്. ചർച്ചയായതോടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് മാപ്പ് പറഞ്ഞു സഞ്ജയ് കുമാർ. ടീമിന് തെറ്റുപറ്റിയെന്ന വിശദീകരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. പ്രതിപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് തട്ടിപ്പാഖ്യാനത്തിന് ഇന്ധനം നൽകിയെന്നാണ് ബി.ജെ.പി. പറയുന്നത്. ഇതിനകത്ത് ഈ ഇന്നുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ബി.ജെ.പിക്കാർക്ക് ആശ്വാസമായിട്ടുള്ളത് ഈ സഞ്ജയ് കുമാറിൻ്റെ മാപ്പ് പറച്ചിലാണ്. അതായത് അദ്ദേഹം ഈ വോട്ടിൽ തട്ടിപ്പുണ്ടായി എന്ന് പറഞ്ഞിട്ട് ചില ഡാറ്റകൾ പ്രസിദ്ധീകരിച്ചു CSDS. പിന്നീട് അദ്ദേഹം ഇന്ന് വന്ന് മാപ്പ് പറയുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്, ഞങ്ങളുടെ ഡാറ്റ ടീമിന് വന്ന പിഴവാണ് എന്ന് പറഞ്ഞു. അതിപ്പോൾ വലിയ ആരോപണമായിട്ട് ഉയർത്തുന്നുണ്ട് ബി.ജെ.പി. പക്ഷേ അപ്പോഴും രാഹുൽ ഗാന്ധിയെ ഇപ്പോഴും പരിഹസിക്കാനും ചെറുതാക്കി കാണിക്കാനുമൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട് ബി.ജെ.പി. അണികളായിട്ടുള്ള ആളുകൾ സൈബർ മേഖലയിലൊക്കെ, കേരളത്തിലടക്കം മലയാളത്തിലടക്കം എന്നിരിക്കുമ്പോഴും. പക്ഷേ പഴയ ഊർജ്ജമില്ല എന്ന കാഴ്ചയാണ്. അദ്ദേഹം ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അല്ലേ? തീർച്ചയായും ഈ വോട്ടർ അധികാർ യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചപ്പോഴാണ് കുറെ കൂടി അഗ്രസീവായി അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ ജനങ്ങളോട് പറഞ്ഞു തുടങ്ങിയത്. മറ്റ് മാധ്യമങ്ങളോടാണ് പറയുന്നത്. പക്ഷേ ആ നിലയ്ക്കല്ല, ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കുറെ കൂടി അഗ്രസീവായി തന്നെ, കുറെ കൂടി കടുത്ത ഭാഷയിൽ തന്നെ അദ്ദേഹം ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ജ്ഞാനേഷ് കുമാറിനോട് അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയുന്നത് നിങ്ങൾ ബി.ജെ.പിയുടെ ഒപ്പം ചേർന്നോ, ബി.ജെ.പിയുടെ അംഗത്വം എടുത്തിട്ടാണോ ഈ സംസാരിക്കുന്നത് എന്നുവരെ കടത്തി ചോദിക്കുന്നു. ആ നിലയ്ക്കൊരു സാഹചര്യം ഒരുപക്ഷെ നമ്മുടെ ഓർമ്മയിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളോടെയാണ് ഈ തെരഞ്ഞെടുപ്പ്, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നത്. അതും ഒരു പരീക്ഷണമാണ് മറ്റൊരു തരത്തിൽ. മാത്രമല്ല അവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ വലിയ കൂട്ടായ്മ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഇവിടെ ഇപ്പോൾ പറയുന്ന പോലെ കേരളത്തിലെ ശത്രുക്കളായ CPM-ഉം
കോൺഗ്രസും അവിടെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. സുഭാഷിണി അലി അടക്കം ഇവർക്കൊപ്പം പങ്കെടുക്കുന്നു, വേദികളിൽ പങ്കെടുക്കുന്നു, ബേബി പങ്കെടുക്കുന്നു. അത് മാത്രമല്ല ഈ തേജസ്വി യാദവ് പങ്കെടുക്കുന്നു. എല്ലാ വിവിധ വ്യത്യസ്തങ്ങളായ ഈ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഒരേ ആരോപണം ഉന്നയിക്കുന്നു. അതിൽ ഇവർക്ക് കൺഫ്യൂഷൻ ഇല്ല. അതാണ് കാര്യം. അതായത് സാധാരണ രാഹുൽ ഗാന്ധി ഒരു ആരോപണമൊക്കെ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടി ഒരു ആരോപണം കൊണ്ടുവരുമ്പോൾ അതിനെ ഒപ്പം പിടിക്കാനോ അതിന് പിന്തുണ കൊടുക്കാനോ ഒറ്റക്കെട്ടായി ഇവരാരും തയ്യാറാകാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വ്യത്യസ്തമാണ് സാഹചര്യം. രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഈ ആരോപണത്തിന് പിന്തുണയുണ്ട്. മാത്രമല്ല ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ എന്താണ് വ്യക്തമാവുന്നത്, ഇത്തവണ മറ്റ് ഈ കർണാടകത്തിൽ സംഭവിച്ചതുപോലെയല്ല, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞതുപോലെ, ഇതൊക്കെ നേരത്തെ പറയണമായിരുന്നു എന്ന് പറഞ്ഞതുപോലെയല്ല. ഒറ്റയടിക്ക് ആദ്യം തന്നെ ഒരൊറ്റ വീട്ടിൽ 509 വോട്ട്, ഇല്ലാത്ത വീട്ടിൽ 509 വോട്ട് ഇത്തവണയും ഉണ്ടായിട്ടുണ്ട്. അതായത് മൊത്തം വോട്ടുകൾ നോക്കുമ്പോൾ 80,000 വോട്ടുകൾ ഇപ്പോൾ തന്നെ വ്യാജ വോട്ടുകളെന്ന് സംശയിക്കാവുന്ന രീതിയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ബീഹാറിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ. അപ്പോൾ അത് ആ ഒരു ശ്രദ്ധ കൂടി, അതാണ് നമ്മളിത് ഈ ആരോപണം ഉയർന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണല്ലോ, ഇനി ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. കാരണം ആ കാര്യത്തിൽ കുറെ കൂടി കൂടുതൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറിക്കൊക്കെ സാധ്യത ആരായുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് കുറെ കൂടി സൂക്ഷ്മമായി ഈ വോട്ടർ പട്ടിക പരിശോധിക്കാനും അതിൽ ഇടപെടാനും ഈ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കും എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ഇപ്പോൾ ബീഹാറിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ 80,000 വോട്ടുകൾ ഇതിൽ വ്യാജമാണ് എന്ന് ആരോപിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ പിപ്ര നിയമസഭാ മണ്ഡലത്തിലാണ് ഗാരിംപൂരിൽ ഒരു വീട്ടിൽ പല കുടുംബങ്ങളിൽ നിന്നുള്ള 509 പേര്. ആ വീട് ഏതാണെന്ന് നോക്കിയിട്ട് കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വീട് തന്നെ ഉള്ളതായിട്ട് അറിയില്ല. മറ്റൊരു വിലാസത്തിലാണെങ്കിൽ 459 വോട്ടുകളാണ് ഈ മട്ടിൽ ചേർത്തിരിക്കുന്നത്. ഇതുപോലെ വ്യത്യസ്തങ്ങളായി വിവിധ വീടുകളിൽ ഇതുപോലെ ഈ 100-ലേറെ വോട്ടുകളൊക്കെ ചേർത്ത ആയിരക്കണക്കിന് സംഭവങ്ങളുണ്ട് എന്നുള്ളതാണ്. 100-ലേറെ വോട്ടുകൾ ചേർത്ത ആയിരക്കണക്കിന്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു അട്ടിമറി അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കരുതൽ കൂടി ഈ ഘട്ടത്തിൽ അവിടെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും എല്ലാം സ്വീകരിക്കുന്നു എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് കൂടുതൽ ആശാവഹമായ സംഗതിയാണ്. വേറൊരു കാര്യം, ഇപ്പോൾ ഈ വോട്ടർ അധികാർ യാത്ര എന്നത് ഒരു ഭാഗത്ത് നടക്കുന്നു, മറ്റൊരു സ്ഥലത്ത് ഭീഷണി തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തുന്നത് ഒരു ഭീഷണിയുടെ സ്വഭാവത്തിലുള്ള പരാമർശങ്ങളാണ്. ഇപ്പോൾ ഇത്രയും വ്യക്തത ജ്ഞാനേഷ് കുമാറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ എന്താണ്, നിങ്ങൾ നിയമ നടപടി നേരിടാൻ തയ്യാറെടുക്കണം, അല്ലെങ്കിൽ സത്യവാങ്മൂലം നൽകണമെന്നൊക്കെ പറയുന്ന വ്യക്തത ഉണ്ടായിരുന്നില്ല. ഈ പട്ടിക നിങ്ങൾക്ക് പുറത്തുവിട്ടാൽ എന്താണെന്ന് ചോദിക്കാൻ പറയുന്നത്, നിങ്ങളുടെ അമ്മയുടെയും പെങ്ങളുടെയും ഒക്കെ ഫോട്ടോ ഇങ്ങനെ വോട്ടർ പട്ടികയിലെ ഫോട്ടോ പുറത്തു വിടണോ എന്ന് ചോദിക്കുകയാണ്. അത്രയും പരിഹാസ്യമായി ചോദ്യങ്ങൾ ചോദിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് തടി തപ്പിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്തുന്ന കാര്യത്തിൽ ശബ്ദത്തിനൊരു കുറവും വരുത്തിയിട്ടില്ല എന്ന കൗതുകം കൂടിയുണ്ട് ജനം തിരിച്ചറിയുന്നുണ്ട്. അതായത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഒന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യാനാവില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി സത്യപ്രസ്താവന കൊടുക്കുന്നില്ല എന്ന് കരുതുക, എന്താ ചെയ്യാൻ പറ്റുക? അത് മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികൾ ഇംപീച്ച്മെന്റ് നടപടികളുമായി മുന്നോട്ട് പോകുക. അത് മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ ഇക്കാലത്തിനിടയിൽ കണ്ട രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മറ്റെങ്കിലും പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കളോ കൊണ്ടുവന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു വിമർശത്തെ അല്ലെങ്കിൽ ഒരു ആരോപണത്തെ ഈ സാധാരണ ഇത് ട്രോൾ അടിച്ചിട്ട് നശിപ്പിക്കുകയാണല്ലോ BJPയുടെ അണികൾ ചെയ്യുക. ഇത് നമ്മൾ ആ നിശബ്ദത നമുക്ക് കാണാം. എന്താ പറയേണ്ടതെന്നറിയില്ല. അതായത് ഇതിനൊരു മറുപടി, ഇപ്പം സെഫോളജിസ്റ്റ് രാജിവെച്ചു, ഒരു വിഷയം അവർക്ക് കിട്ടിയത്. പക്ഷേ മഹാരാഷ്ട്രയിലെ കാര്യമാണ്. കർണാടകയിൽ ഇദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരക്ഷരം അവർക്ക് പറയാൻ പറ്റില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയാൻ പറ്റുന്നില്ല. മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വർത്തമാനം പറയാൻ പറ്റാതെ, കളിയാക്കാൻ പോലും പറ്റാതെ BJPയും മറ്റും നിൽക്കുന്നത്, നിസ്സഹായരായിട്ട് നിൽക്കുന്നത് കുറേ കാലത്തിന് ശേഷം ആദ്യമാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ ഉള്ളതും ഇല്ലാത്തതായ കാര്യങ്ങളെ കൊണ്ട് ബോംബ് ചെയ്യാൻ വിദഗ്ധരായിട്ടുള്ള ഇവരുടെ ഈ ട്രോൾ മെഷീനുകളൊക്കെ ആകപ്പാടെ നിശബ്ദമായിട്ട് കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിൽ നമ്മൾ കണ്ടാണ് വാർത്താ സമ്മേളനത്തിൽ ആകപ്പാടെ ദരിദ്രമായിട്ടുള്ള മറുപടികൾ മാത്രമായിട്ട് ആകപ്പാടെ പരിഹാസ്യമായിട്ടും ദുർബലമായിട്ടും നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ കളി തുടങ്ങും മുമ്പേ രാഹുൽ ഗാന്ധി വിജയിച്ചു എന്ന മട്ടാണ് എല്ലായിടത്തും കാണാനുള്ളത്. ഇതുകൊണ്ട് ആകപ്പാടെ തന്നെ BJP ആകെ ബേജാറായി പോകും എന്നൊന്നുമല്ല ഈ പറയുന്നത്. മറ്റു വിഷയങ്ങൾ ഇതിനിടയിലേക്കൊക്കെ വന്നേക്കാം. പക്ഷേ നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധി വളരുന്നതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രാഹുൽ ഗാന്ധി ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിലേക്ക് ഉദിക്കും എന്ന വലിയ ഒരു പ്രതീക്ഷ കോൺഗ്രസ്സിന്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പൊരുത്തിക്കൊണ്ടു പോകുന്ന, ഒരേ പേസിൽ കൺസിസ്റ്റൻ്റായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നേതാവിനെ നമ്മൾ കാണുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഏറ്റവും ബേസിക്കായുള്ള സംഗതികളിലാണ് ഇത് തുടങ്ങുന്നത്. ഈ വോട്ട് എന്ന സംഗതിയിലാണ് തുടങ്ങുന്നത്. വോട്ട് എന്നത് വെറും ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കാനുള്ള സംഗതി മാത്രമല്ല. ബീഹാറിലും മറ്റുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് അത് അവരുടെ വെൽബീയിങ്ങിൻ്റെ, അവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും മറ്റും കിട്ടുന്നതിൻ്റെ ഒരു കാര്യമാണ്. പൗരത്വം എന്നതുമായി പോലും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ആ നാടുകളിൽ വോട്ടർ എന്ന നില എന്നതുകൊണ്ട് ഇത് അവരുടെ ഏറ്റവും കോറായിട്ടുള്ള ഇടത്തേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക് ചെന്ന് തൊടുന്ന ഒരു സംഗതിയുമായിട്ടാണ്, യാത്രയുമായിട്ടാണ് രാഹുൽ ഗാന്ധി പോകുന്നതെന്നാണ് നമ്മൾ കാണുന്നത്.
എത്ര കാലം കണ്ണടച്ചിരുട്ടാക്കും? എത്ര കാലം പട്ടാപ്പകലിനെ അർദ്ധരാത്രി എന്ന് സ്ഥാപിക്കും? രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തെളിവുകൾ നിരത്തി ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളിൽ ഉത്തരവാദപ്പെട്ടവരിൽ നിന്ന് വ്യക്തതയുള്ള മറുപടി രാജ്യത്തിന് വേണം. ഭരണഘടനാ ലംഘനം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് തലപ്പത്തിരിക്കുന്നവർക്ക് അത് ഈ വിധം അവഗണിക്കാനാകുമോ? അതോ ഷൂട്ട് ദ മെസ്സഞ്ചർ എന്ന മട്ടിൽ രാഹുൽ ഗാന്ധിക്ക് നേരെ കുറ്റാരോപണം തിരിച്ചുവെച്ചാൽ കാര്യങ്ങൾ അവിടെ അങ്ങ് അവസാനിക്കും എന്നാണോ? കുറഞ്ഞപക്ഷം കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സാധാരണക്കാരായ ജനാധിപത്യ വിശ്വാസികളായ BJP പ്രവർത്തകരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന സംശയങ്ങളെങ്കിലും ദൂരീകരിക്കപ്പെടേണ്ടേ? ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിലൊരു വ്യക്തത ഇന്ത്യ അറിയിക്കുന്നുണ്ട്. ഇന്നത്തെ RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.